you kindly providing, and I'm going to see the airport, hotels, the stadium, just to prepare everything for our arrival in November. Thank you so much, and again, you are really, really kind to me. That's it. നമ്മളിപ്പോൾ ഇനി ഹോട്ടലിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയം വിസിറ്റ് ഉണ്ട്. ഡാനിയൽ കബ്രേരയുടെ നമ്മളൊരു പ്രസന്റേഷൻ ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ കളി നടത്താൻ പോകുന്നത്, എങ്ങനെയാണ് പ്ലാൻ, എല്ലാത്തിലും പ്രസന്റേഷൻ ഉണ്ട്. ആ പ്രസന്റേഷൻ വൈകുന്നേരം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോട്ടലിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു, സ്റ്റേഡിയം കാണിക്കുന്നുണ്ട്, ഏതൊക്കെ റൂട്ട്, ഹോട്ടൽ കാര്യങ്ങളെല്ലാം ഉണ്ട്, അവരുടെ മീല് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അതിന് പ്രസന്റേഷൻ കൂടെ കഴിഞ്ഞിട്ട് നാളെ രാവിലെ തിരിച്ചു പോകും. എങ്ങനെയാണ് നമ്മളിപ്പോൾ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 14 ശേഷമാണ്. അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് മിനിസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് പറയും. നവംബറാണ്. ഈ പ്രസന്റേഷൻ റിപ്പോർട്ടർ ടിവിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടേക്ക് വരാം, നിങ്ങൾക്ക് അവിടെ ഫെസിലിറ്റി ചെയ്തു തരാം. അപ്പോൾ നോക്കട്ടെ, ഇപ്പോൾ ഹോട്ടലിൽ തന്നെ കണ്ടതിന് ശേഷം അങ്ങോട്ടുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. നമുക്ക് വലിയ രീതിയിൽ ഐഡിയ ഇല്ല, പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ പോയ ശേഷം നോക്കുന്നുണ്ട്. ശരി, എന്താണ് മെസ്സിക്കും സംഘത്തിനും നൽകാൻ പോകുന്ന സൗകര്യങ്ങൾ, സ്റ്റേഡിയത്തിലെ ക്രമീകരണങ്ങൾ, ഇതൊക്കെയും സംബന്ധിച്ച റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി തയ്യാറാക്കിയ പ്രസന്റേഷൻ അദ്ദേഹത്തിന് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേരയ്ക്ക് നൽകും. അതിനുശേഷം അതിൽ കായിക മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും ഇതിൽ അന്തിമ തീരുമാനങ്ങൾ സ്വീകരിക്കുക. വിനേഷ്, നമ്മൾ പറഞ്ഞു വന്നത് സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും അതൊക്കെ തന്നെയും ഫിഫ നോംസ് അനുസരിച്ച് ലോക ചാമ്പ്യന്മാർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം തന്നെയായിരിക്കും. പക്ഷേ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, മെസ്സിക്ക് കരിമീൻ ഇഷ്ടമാണോ? വള്ളംകളിയൊക്കെ നമ്മൾ നേരത്തെ AI വീഡിയോ പുറത്തുവിട്ടിരുന്നല്ലോ, അതുപോലെ മെസ്സിയെ വള്ളംകളി കാണാനൊക്കെ കൊണ്ടുപോകുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, ട്രോളുകളായും വരുന്നുണ്ടായിരുന്നു. 3 ദിവസമാണ് മിക്കവാറും അർജന്റീന സംഘം കേരളത്തിലുണ്ടാകുക. അതിലൊരു ദിവസം ഏതായാലും മത്സരമാണ്. ആ മത്സരത്തിന്റെ തലേ ദിവസവും ഏതായാലും ലയണൽ മെസ്സിയും സംഘവും ഒന്നും പുറത്ത് ആ രീതിയിലേക്ക് ഇറങ്ങാൻ സാധ്യല്ല. മത്സരം ഏത് ദിവസമാണെന്ന് ഫിക്സ് ചെയ്യണം. പിന്നീട് ഒരു ദിവസം കൂടി ഉണ്ടാവും മിക്കവാറും. ആ ഒരു ദിവസത്തിൽ എന്തായിരിക്കും ലയണൽ മെസ്സി കേരളത്തിൽ ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടനാട്ടിന്റെ സൗന്ദര്യവും മറ്റ് കേരളത്തിന്റെ വിനോദസഞ്ചാരികൾ ഒന്നടങ്കം എത്താൻ ആഗ്രഹിക്കുന്ന കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ തൊട്ട് അടുത്ത്. കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ സംഘം കേട്ടറിവുണ്ടാവും, ഈ അർജന്റീന സംഘത്തിന് എന്തായാലും കേട്ടറിവുണ്ടാവും. കേരളം മനോഹരമായ ഒരു ഭൂപ്രദേശമാണ്, പച്ച നിറഞ്ഞ ഒരു തുരുത്ത് തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അവിടെ മലകളുണ്ട്, കായലുണ്ട്, കടലുണ്ട്, ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, പ്രതിമകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബീച്ച് സൈഡായാലും കാണാനുണ്ട്. അതൊക്കെ കേട്ടറിവുണ്ടാവും. നമുക്കറിയില്ല അർജന്റീന സംഘത്തിൻ്റെ ഏത് രീതിയിലായിരിക്കും അവരുടെ തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഇനി അവരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോഴേതായാലും അർജന്റീന പ്രതിനിധിയായിട്ടുള്ള ഖബ്രേരയുടെ അടക്കമുള്ള ആ ഒരു സംഘം ഇപ്പോൾ ഹോളിഡേ ഇന്നിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. ഹോട്ടലിൽ എത്തിയതിനു ശേഷമാണ് കായിക മന്ത്രിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുക. അവിടെ ഒരു പ്രസന്റേഷൻ ഏതായാലും മുഖ്യ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ആ പ്രസന്റേഷനിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, ഇവിടെ സുരക്ഷ ഏത് രീതിയിലായിരിക്കും, മത്സരം എങ്ങനെയായിരിക്കും, ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ ഒരു പ്രസന്റേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനും കഴിയും. ഏതായാലും ഡാനിയൽ ഖബ്രേര കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹോട്ടലിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇനി അവിടെ എത്തിയതിനു ശേഷമായിരിക്കും തുടർ ചർച്ചകളും അവിടെ നിന്നുള്ള വിലയിരുത്തലും ഒക്കെ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും കല്ലൂർ സ്റ്റേഡിയത്തിലേക്കുള്ള യാത്ര. കല്ലൂർ സ്റ്റേഡിയത്തിൽ നമുക്ക് കപ്പാസിറ്റി കൂട്ടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. കൂടുതൽ ആളുകൾക്ക് മത്സരം കാണാനുള്ള സൗകര്യം ഒരുങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു നിമിഷത്തിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി തന്നെ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഇതായിരുന്നു, നമ്മൾ ഈ 2-3 വർഷം മുൻപുണ്ടായിരുന്നുള്ള ഒരു മത്സരം 25ാം റാങ്കിലുള്ള, ഇപ്പോൾ 25ാം റാങ്കിലുള്ള ഓസ്ട്രേലിയ, ആ ഒരു മത്സരം വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. അതിനുശേഷം ഒരിക്കൽ കൂടി ഒരു പക്ഷേ ഓസ്ട്രേലിയൻ സംഘം ഇവിടെ ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയ്ക്ക് എതിരെ പന്ത് തട്ടാൻ ഒരുങ്ങുന്നു എന്നതാണ്. അത് അവർക്ക് കുറച്ചുകൂടി പരിചിതമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ തന്നെയായിരിക്കും ഓസ്ട്രേലിയക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റായിട്ടുള്ള മത്സരം നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. അന്ന് 35ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു, 35ാം മിനിറ്റിൽ ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ വരുന്നുണ്ട്. അങ്ങനെ 1-0 അർജന്റീന മുന്നിലെത്തുന്നു. പിന്നീട് ഹൂലിയൻ അൽവാരസ് രണ്ടാം പകുതിയിലൂടെ ഒരു 57ാം മിനിറ്റിലേക്ക് വരുമ്പോൾ അൽവാരസിന്റെ ഒരു ഗോളും കൂടി വന്നപ്പോൾ 2 ഗോളുകൾക്ക് മുന്നിലെത്തുന്നുണ്ടായിരുന്നു അന്ന് അർജന്റീന സംഘം. പക്ഷേ പിന്നീട് ഓസ്ട്രേലിയ കിട്ടുന്ന അവസരങ്ങളിൽ കൃത്യമായി പ്രതിരോധിക്കുകയും കൗണ്ടർ അറ്റാക്കുകൾ നടത്തിക്കൊണ്ട് തന്നെ അർജന്റീന ഗോൾമുഖത്തേക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ
വന്ന് ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായി കൊണ്ട് തന്നെയാണ് എൻസോ ഫെർണാണ്ടസിൻ്റെ ഒരു ഓൺ ഗോൾ വരുന്നതും 2-1 എന്നുള്ള നിലയിലേക്ക് ഓസ്ട്രേലിയ എത്തുന്നതും പിന്നീട് ഓസ്ട്രേലിയ ഒരു ഗോൾ കൂടി തിരിച്ചടിക്കാനുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. അവിടെയാണ് നമ്മുടെ ഗോൾ കീപ്പർ ദിബു മാർട്ടിനസിൻ്റെ ആ ഒരു സംയോജിത ഇടപെടലുകളൊക്കെ കൊണ്ട് തന്നെ ആ ഗോൾ വഴങ്ങിയില്ല. 2-1 വിജയിച്ചുകൊണ്ട് തന്നെ അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. പക്ഷേ ആ ഒരു മത്സരം ടൈറ്റായിരുന്നു, ശക്തമായ ഒരു മത്സരമായിരുന്നു. ആ ഒരു സംഘം ഒരിക്കൽ കൂടി അർജന്റീനയ്ക്ക് എതിരാളികൾ ആകുമോ എന്നാണ് അറിയാനുള്ളത്. മറ്റൊരു ടീം സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ ആണെങ്കിൽ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയ സംഘവുമാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ആ ഒരു സംഘത്തെക്കുറിച്ച് പറയേണ്ടതും ഇല്ല. ഏതായാലും കളം ഒരുങ്ങുകയാണ്. ഇവിടെ കൊച്ചി, കലൂർ, ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ കളം ഒരുങ്ങുകയാണ്. ഫാൻ മീറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ തത്സമയം ഏതായാലും 1,00,000-ലധികം ആളുകൾക്ക് കാണാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാം. അതിനുശേഷം എത്രത്തോളം നമുക്ക് സ്റ്റേഡിയം കപ്പാസിറ്റി ഉയർത്താൻ കഴിയുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ കഴിയും. അതിനൊക്കെ ഒരു വ്യക്തമായ പ്ലാൻ ഏതായാലും സ്പോൺസർമാർക്ക് ഉണ്ട്. മുഖ്യ സ്പോൺസർമാരായിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഉണ്ട്. ഏതായാലും ഇപ്പോൾ സംഘം എത്തിയിരിക്കുന്ന അർജന്റീന പ്രതിനിധി ടീം മാനേജർ ആയിട്ടുള്ള ഡാനിയൽ ഖബ്രേറ ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു, വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അവിടെ റിപ്പോർട്ടർ പ്രതിനിധി സംഘം, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ടുള്ള TP അഷ്റഫ് അലി, റിപ്പോർട്ടർ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസുകുട്ടി അഗസ്റ്റിൻ എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഹോട്ടലിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഹോട്ടലിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും.